കൊടുക്കുന്നവൻ ഞാനാണ്, ഇന്നവർക്ക് ഭക്ഷണം നൽകുന്നവൻ ഞാനാണ്, ഇന്ന് പാർപ്പിട സൗകര്യങ്ങൾ ഞാൻ അവർക്ക് കൊടുത്തിട്ടുണ്ട് നബിയേ. വൈന്നി ഔലി മിൻഹുമാ മാ വലിയ മിനസ്ഗരി. ചെറുപ്പത്തിൽ എന്റെ മാതാപിതാക്കൾ നോക്കിയതിന് പകരമായി അതിനേക്കാൾ ഉദാത്തമാകുന്ന രീതിയിൽ, മാന്യമായ രീതിയിൽ അവർക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട് നബിയേ. അതുകൊണ്ട് ഫഹൽ ഖളൈതു ഹഖഹുമാ, മാതാപിതാക്കളോടുള്ള ബാധ്യത ഞാൻ പരിപൂർണമായി നിർവഹിച്ചിട്ടില്ലയോ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉടനെ പറഞ്ഞു അത്രേ, ലാ ഇല്ല മോനെ, ഇല്ല മോനെ, നീ മനസ്സിലാക്കിയതുപോലെയല്ല കാര്യം. ഫഇന്നഹുമാ കാനാ യഫഅലാനി ദാലിക വഹുമാ തുഹിബ്ബാനി ബഖാഅക വഅൻത തഖദിമു ലഹുമാ തുരീദു മൗതഹുമാ. പൊന്നുമോനെ, പൊന്നുമോനെ, നിന്റെ മാതാപിതാക്കൾ നീ ചെറുപ്പത്തിലായിരുന്ന സമയത്ത് നിന്നെ താരാട്ട് പാടി ഉറക്കിയത് ഓർമ്മയുണ്ടോ? നിനക്ക് മുലപ്പാല് നൽകിയത് ഓർമ്മയുണ്ടോ പൊന്നുമോനെ? 2 വർഷത്തോളം നിന്നെ മുലയൂട്ടിയ പ്രിയപ്പെട്ട ഉമ്മ, അതിനു മുമ്പ് 9 മാസം ഗർഭം ചുമന്ന ഉമ്മ, നിനക്ക് പനി വന്നപ്പോ നിന്റെ കൂടെ പനിച്ചു കിടന്നതായ ഉമ്മ, മുലയൂട്ടുന്നതിന് വേണ്ടി അലാറം വെച്ച് എണീറ്റിരുന്നുകൊണ്ട് ഉറങ്ങാതെ മുലയൂട്ടിയ ഉമ്മയുണ്ടല്ലോ, നിനക്ക് ഭക്ഷണം നൽകാൻ പ്രവാസ ലോകത്ത് അറബിയുടെ ചാട്ടുമാറടിയുണ്ട്, മരുഭൂമിയിൽ പൊരുവയിലത്ത് കഷ്ടപ്പെട്ട വാപ്പയുണ്ടല്ലോ. ഫൈന്നഹുമാ കാനാ യഫഅലാനി ദാലിക, നിന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ നീ ചെറുപ്പത്തിലായിരുന്നപ്പോ നിനക്ക് ഭക്ഷണം നൽകിയത്, നിനക്ക് ഉടയാടകൾ നൽകിയത്, നിനക്ക് താമസ സൗകര്യം ഏർപ്പെടുത്തിയത്, നിന്നെ തൊട്ടിലിട്ടുകൊണ്ട് കളിപ്പിച്ചതല്ല. തുരീദാനി ബഖാഅക, ഈ ഭൗതികമാകുന്ന ലോകത്ത് നീ നല്ല ആരോഗ്യത്തോടുകൂടി, നല്ല ആഫിയത്തോടുകൂടി നീ എന്നെന്നും ജീവിക്കണമെന്നുള്ള ആശ വെച്ചിട്ടാ നിന്റെ ആരോഗ്യം സംരക്ഷിച്ചുകൊണ്ടാണ് അവർ നിന്നെ കാത്തത്. എന്റെ മുന്നിലിരിക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ചിന്തിക്കണേ, ചിന്തിക്കണേ. എന്റെ പ്രിയപ്പെട്ട യുവാക്കളെ ചിന്തിക്കണേ, യുവതികളെ ചിന്തിക്കണേ. 18 നിറകുടങ്ങളാകുന്ന സഹോദരിമാര് ഓർക്കണേ, മാതാപിതാക്കളെ മറന്നുകൊണ്ട് കാമുകന്റെ ബൈക്കിന്റെ പിന്നാമ്പുറത്ത് കയറി കറങ്ങി നടക്കൽ ഇസ്ലാമികമല്ല. അവനുമായുള്ള ചാറ്റിങ് നിന്റെ ശരീരത്തെ അവനിലേക്ക് എഴുകിച്ചേർക്കാൻ ഉപകരിക്കുന്നതാണെന്നുള്ള വസ്തുത മനസ്സിലാക്കാൻ പൊന്നുമോളെ നീ വൈകിപ്പോകരുതേ, വൈകിപ്പോകരുതേ. സയ്യിദ് അവറുകൾ ഓർമ്മപ്പെടുത്തിയില്ലയോ? ഇന്നത്തെ മുത്തശ്ശി പത്രത്തിലെ വാർത്ത ഓർമ്മയില്ലയോ? യാത്ര ചെയ്യുന്നതാകുന്ന വേളയിൽ ആക്സിഡന്റിൽ പെട്ടിട്ട് ജനങ്ങൾ വന്നുകൊണ്ട് ഓടി നോക്കുമ്പോ അല്ലാ നഗ്നമാകുന്ന ശരീരത്തോടുകൂടിയാണ് ഒരു പെണ്ണതിൽ ഇരിക്കുന്നത്. ആ പെണ്ണിന്റെ പേര് മുസ്ലിമത്തിന്റെ നാമമാണ്. ആ പെണ്ണൊരു മുസ്ലിമത്താണ്, ആ പെണ്ണൊരു മുഅ്മിനത്താണ്. അവിശ്വാസിയായ ഇതര സമുദായത്തിലെ ഒരു സഹോദരനുമായി ശാരീരിക ബന്ധത്തിൽ വഴിയിലരികിൽ വണ്ടി യാത്ര ചെയ്യവേ നിർത്തിയിട്ടുണ്ട് ബന്ധപ്പെടുമ്പോഴാണ് അപകടത്തിൽപ്പെട്ടതെന്നുള്ള വാർത്ത മനസ്സിലാക്കണേ മുസ്ലിമേ, മുസ്ലിമേ. സംസ്കാരമുണ്ടെന്ന് അവകാശപ്പെടുന്ന, സംസ്കാരത്തിന്റെ ആളുകളാണെന്ന് അവകാശപ്പെടുന്ന കേരളമേ, കേരളമേ, ദുഃഖിക്കണേ, ദുഃഖിക്കണേ. നിന്റെ വിഷയത്തിൽ ഞങ്ങൾ ദുഃഖിതരാണ്. കാരണം മുഅ്മിനത്തുകൾ ഈമാൻ പുൽകുന്നില്ല, വിശ്വാസം പുൽകുന്നില്ല. സ്വന്തം വാപ്പയെ മറക്കുന്നു, ഉമ്മയെ മറക്കുന്നു, അവരുടെ ത്യാഗങ്ങൾ മറക്കുകയാണ്. ഹബീബായ
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ട് ഞാൻ എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് ചെറുപ്പത്തിൽ എനിക്ക് നൽകിയതാകുന്ന സേവനങ്ങൾക്ക് പകരമായി ഇന്ന സ്നേഹം കൊടുക്കുന്നില്ലോ എന്ന് നബിയോട് ചോദിക്കുമ്പോ നബി പറഞ്ഞു, പൊന്നുമോനെ, ഇല്ല ഇല്ല, ഫഇന്നഹുമാ കാനാ യഫഅലാനി ذلك وهما تحبان بقاءك. നിനക്ക് ഭക്ഷണം നൽകിയത്, നിനക്ക് പാർപ്പിടം നൽകിയത്, നിന്നെ സ്നേഹിച്ചതല്ല, നീ ഈ ലോകത്ത് ജീവിക്കണമെന്നുള്ള ആശ വെച്ചിട്ടാണ് നിന്റെ മാതാപിതാക്കൾ നിനക്ക് ഖിദ്മത്തെടുത്തത്. പക്ഷേ വഅൻത തഖ്ദിമു ലഹുമാ وأنت تخدم لهما تريد موتهما. മക്കളുണ്ടല്ലോ, ഇന്നത്തെ മക്കളുണ്ടല്ലോ, റസൂലുള്ള ചെറുപ്പക്കാരന്റെ മുഖത്ത് നോക്കി തുറന്നടിക്കുകയാണ്. നീ നിന്റെ മാതാപിതാക്കൾക്ക് ഭക്ഷണം നൽകുന്നത്, വസ്ത്രം കൊടുക്കുന്നത്, പാർപ്പിട സൗകര്യങ്ങൾ നൽകുന്നതല്ല, തുരീദു മൗതഹുമാ, ഈ വാപ്പയും ഉമ്മയും എങ്ങനെയെങ്കിലും ഒന്ന് മരിച്ചാൽ മതിയായിരുന്നുവെന്ന് നിയ്യത്ത് വെച്ചിട്ടാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു നമ്മുടെ മക്കളെ സാലിഹീങ്ങൾ ഉൾപ്പെടുത്തട്ടെ. ഉറക്കാമിമറ മനുഷ്യന്മാരെ അല്ലാഹു സാലിഹീങ്ങൾ ഉൾപ്പെടുത്തട്ടെ. മക്കള് മോശപ്പെട്ടാൽ എല്ലാം പോയി. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മരിച്ചതിന് ശേഷം കൂലി കിട്ടുന്നതിന്റെ ഒന്നാമത്തത് വലദുൻ സാലിഹുൻ യദ്ഉ ലഹു, സാലിഹാകുന്ന സന്താനം ഉണ്ടാകണം. മക്കൾ കുറെ ഉണ്ടായിട്ട് കാര്യമില്ല, 10-15 മക്കളുണ്ട്, ഒരു കാര്യമില്ല. ഖബറിന്റെ ചാരത്ത് വരാത്ത മക്കളാണ്, ഒരു യാസീൻ ഓതാത്ത മക്കളാണ്, ഒരു ഖുർആനിന്റെ ഒന്നും അവർക്ക് അറിയാത്ത, ഒന്നും അറിയാത്ത മക്കൾ. അങ്ങനത്തെ മക്കൾ ഉണ്ടായിട്ട് എന്താ കാര്യം? 10-20 മക്കൾ പന പോലെ വളർത്തിയിട്ട് നല്ല ആഹാരം കൊടുത്തിട്ട് വളർത്തുന്നു, എന്താ കാര്യം? ഒരു കാര്യമില്ല, ഒരു പ്രയോജനമില്ല. നിനക്ക് പ്രയോജനപ്പെടുന്ന വലദുൻ സാലിഹുൻ യദ്ഉ ലഹു, നിനക്ക് വേണ്ടി ദുആ ചെയ്യുന്ന സാലിഹാകുന്ന സന്താനങ്ങൾ ഉണ്ടാകണം. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. അവരെ കൊണ്ട് നമുക്ക് പ്രയോജനം ചെയ്യുള്ളൂ, അവരെ കൊണ്ട് നമുക്ക് പ്രയോജനം ഉണ്ടാവുള്ളൂ. അല്ലാഹു കൂട്ടത്തിൽ നമ്മുടെ മക്കളെ സാലിഹീങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാന്റെ റസൂല് പറയാ, പൊന്നുമോനെ, നീ നിന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് ചെയ്യുന്ന സേവനങ്ങൾ ഒരിക്കലും തന്നെ പരിപൂർണമാവൂല. എന്താ കാരണമെന്നറിയോ? മാതാപിതാക്കൾ നിനക്ക് വേണ്ടി ചെയ്തതാകുന്ന സേവനങ്ങൾ, നിനക്ക് വേണ്ടി ചെയ്തതാകുന്ന സ്നേഹ പ്രകടനങ്ങൾ, അത് വെറും പ്രകടനങ്ങൾ മാത്രമല്ല, അവർ നിന്നെ വല്ലാതെ സ്നേഹിച്ചു. തുഹിബ്ബാനി ബഖാഅക, നീ ഈ ദുനിയാവിൽ എന്നെന്നും നിലനിൽക്കണമെന്ന് ആശ വെച്ചിട്ടാണ് അവർ നിനക്ക് ആഹാരം തന്നത്. പക്ഷേ വഅൻത തഖ്ദിമു ലഹുമാ തുരീദു മൗതഹുമാ, ഈ ദുനിയാവിന്റെ മക്കളാകുന്ന നീയോ നിൻ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് നീ കൊടുക്കുന്ന സേവനങ്ങൾ തുരീദു മൗതഹുമാ, ആ മാതാവിന്റെയും പിതാവിന്റെയും മരണം ലക്ഷ്യം വെച്ചിട്ടാണ് നബിയുനാ റസൂലുള്ളാഹി. ശരിയല്ലേ? ഇന്ന് വാപ്പായുമ്മ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടി പറയുമ്പോൾ പല്ലുവേദനയുള്ള ഉമ്മ, ഇല്ലെങ്കിൽ കൈകാലുകൾ കടച്ചിലുള്ള വാപ്പ, അസുഖങ്ങൾ വന്നിട്ട്, ക്യാൻസർ വന്നിട്ട്, അല്ലെങ്കിൽ മാരകമായ രോഗങ്ങൾ പിടിപെട്ടിട്ട് വീടിന്റെ അകത്തളങ്ങളിൽ കിടക്കുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കളെ തിരിഞ്ഞു നോക്കാൻ ഇന്നത്തെ മക്കൾക്ക് സമയമില്ല. അവന്റെ പ്രിയപ്പെട്ട ഭാര്യയെ കൊണ്ടുപോകുന്നുണ്ട്, മക്കളെ കൊണ്ടുപോകുന്നുണ്ട്, അയൽവാസികളെ കൊണ്ടുപോകുന്നുണ്ട്, കൂട്ടുകാരെ കൊണ്ടുപോകുന്നുണ്ട്, നാട്ടുകാരെ കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ വാപ്പാക്കും ഉമ്മാക്കും അസുഖമാണെങ്കിൽ അവരെ നോക്കാൻ ആരുമില്ല. അത് വരാൻ പാടില്ല. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. മാതാപിതാക്കളെ പരിഗണിക്കുക, ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ്. മാതാപിതാക്കളെ പരിഗണിക്കുക, മറ്റുള്ളത് വേണ്ടെന്നല്ല. ഭാര്യയെ പരിഗണിക്കണം, മക്കളെ പരിഗണിക്കണം, ഇതൊക്കെ വേണം. പക്ഷെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോ അവരെ പരിഗണിക്കാതെ നീ അവരെ മറ്റുള്ളവരുടെ പുറകെ പോകാൻ പാടില്ല. അൽഖമ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം ഓർമ്മയില്ലയോ? അൽഖമയുടെ ചരിത്രം പഠിച്ചിട്ടില്ലയോ? മനസ്സിലാക്കിയിട്ടില്ലയോ? അൽഖമ റളിയല്ലാഹു തആല അൻഹു ഹബീബായ നബി തങ്ങളുടെ അനുയായിയായിരുന്നില്ലയോ? അവിടുന്ന് ഈ ലോകത്ത് വിട പറയാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് കലിമ ചൊല്ലാൻ കഴിയുന്നില്ല, ഷഹാദത്ത് കലിമ ഉച്ചരിക്കാൻ കഴിയുന്നില്ല. സഹാബത്ത് ഓടി അള്ളാന്റെ റസൂലിന്റെ അടുക്കൽ പോയിട്ട് പറഞ്ഞു, നബിയെ, നമ്മുടെ പ്രിയപ്പെട്ടതാകുന്ന കൂട്ടുകാരൻ, ഞങ്ങളുടെ സ്നേഹിതൻ അൽഖമയ്ക്ക് കലിമ ചൊല്ലാൻ കഴിയുന്നില്ല.
മരിക്കാൻ കിടക്കുകയാണ്, കലിമ ചൊല്ലിക്കൊടുത്തു. ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയിൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയിൻ. പറഞ്ഞു കൊടുക്കുന്നു, ചെല്ലാൻ കഴിയുന്നില്ല. അൽഖമ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് അല്ലാഹുവിന്റെ റസൂൽ ആളെ പറഞ്ഞേക്കോയാ. അൽഖമ അൽഖമ ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണേ അൽഖമ. കലിമ ചൊല്ലി മരിക്കാൻ പറ്റുന്നില്ല, കലിമ ചൊല്ലി മരിക്കാൻ പറ്റുന്നില്ല. അവസാന കാര്യം അന്വേഷിച്ചപ്പോ എന്താ, മാതാവ് പറഞ്ഞു, ഇവന് അഥവാ എന്റെ മകൻ അൽഖമയ്ക്ക് ഭാര്യയോടായിരുന്നു കൂടുതൽ സ്നേഹം, ഭാര്യയോടായിരുന്നു കൂടുതൽ താല്പര്യം, എന്റെ കാര്യങ്ങൾ അവൻ ശ്രദ്ധിക്കാറുണ്ടായി. ആരാ ഇത്? ഒരു സഹാബി വരെ എന്റെ അവസ്ഥയാണ്. അല്പം സ്നേഹം ഭാര്യയോട് കൂടി പോയപ്പോ ഉമ്മാക്കത് താങ്ങാൻ പറ്റിയില്ല. ഉമ്മായെ വിഷമിപ്പിക്കരുത്, പാപ്പായെ വിഷമിപ്പിക്കരുത്. അവസാനം പൊരുത്തം കൊടുത്തപ്പോഴാണ് നാവനക്കിയത്, കലിമ ചൊല്ലിയത്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. പൊരുത്തം കൊടുത്തപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലാൻ സാധിച്ചു. ഇതാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ദുനിയാവിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് മാതാപിതാക്കളെ ഗൗനിക്കണം, അവരെ ശ്രദ്ധിക്കണം. എത്ര ഖിദ്മത്ത് എടുത്താലും തീരൂല. ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പറയാൻ, അദ്ദേഹം ഇങ്ങനെ പരിശുദ്ധമാക്കപ്പെട്ട കഅബ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കാന യതൂഫു ബിൽ ബൈത്ത് അന്നഹു റആ റജുലൻ യമാനിയാ. പരിശുദ്ധമാക്കപ്പെട്ട കഅബ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ യമൻകാരനാകുന്ന ഒരു മനുഷ്യനെ കാണുന്നു. ഹാമിലൻ ഉമ്മഹു വറാ അൽഹിരി, സ്വന്തം മുതുകിലേക്ക് ഉമ്മയെ എടുത്തു വെച്ചുകൊണ്ട് ഉമ്മയുമായിട്ട് തവാഫ് ചെയ്യാൻ, ഉമ്മയും വെച്ചുകൊണ്ട് തവാഫ് ചെയ്യും. പഴയ കാലഘട്ടം. ഇന്നിപ്പോ സ്ട്രക്ചർ ഉണ്ട്, അല്ലെങ്കിൽ ഇന്നിപ്പോ ഉന്തുവണ്ടിയുണ്ട്, അവന് കയറ്റിയിട്ടിട്ട് അങ്ങോട്ട് ഉന്തിക്കൊണ്ടുപോകാൻ. അതിന് പ്രത്യേകം അവിടെ ആള് നിൽപ്പുണ്ട്. 400 റിയാലൊക്കെ കൊടുത്താൽ തന്നെ റാഹത്തായ നിലയിൽ, അതായത് ഇവിടുത്തെ ഏകദേശം ഒരു 10,000 രൂപ 12,000 രൂപയോളാവും 7 തവാഫ് ചെയ്യിച്ച് റാഹത്തായിട്ടുള്ളത്. സുഖമില്ലാത്ത ആളുകൾക്ക്